കാലങ്ങളായി കൊച്ചിയിലെ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാലിന്യ പ്രശ്നം. നഗരത്തെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് സർക്കാർ ഉൾപ്പെടെയുള്ള അധികൃതർ പറയുന്നത്. എന്നാൽ കൊച്ചിയുടെ പല ഭാഗത്തും ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് അറവുശാലകളിലേതടക്കമുള്ള മാലിന്യങ്ങളാണ്. മാലിന്യം തടഞ്ഞ് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ടും അനങ്ങാപ്പാറയായി തുടരുകയാണ് അധികൃതർ. റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും കേരളത്തിനും കൊച്ചിക്കാർക്കും കൊടുത്ത വാക്കുപാലിച്ചെന്നുമാണ് ഈയടുത്ത് മന്ത്രി എം. രാജേഷ് പറഞ്ഞത്. ബ്രഹ്മപുരത്തെ മാലിന്യം നീക്കം ചെയ്ത് പൂങ്കാവനമാക്കി മാറ്റിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ബ്രഹ്മപുരം ഉൾപ്പെടെ 10 സ്ഥലങ്ങളിൽ ബയോമൈനിങ്ങിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 25 സ്ഥലങ്ങളിൽ അത് ആരംഭിച്ചു. അടുത്തൊരു വർഷത്തോടെ ഒരു ഡംപ് സൈറ്റ് പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിയും. എന്നാൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും മാലിന്യക്കൂമ്പാരമായി തുടരുകയാണ്. അറവുശാലകളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് നഗരവീഥികളിൽ കെട്ടിക്കിടക്കുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തി മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ്. ആളൊഴിഞ്ഞിടങ്ങളെല്ലാം മാലിന്യം നിക്ഷേപിക്കാനുള്ള കേന്ദ്രങ്ങളായി കഴിഞ്ഞു. കൊച്ചിയുടെ പ്രധാന ഭാഗമായ കളമശ്ശേരിയിലും കലൂരിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. കളമശ്ശേരി ചാക്യാടം ഭാഗത്തെ പ്രദേശവാസികൾ മാലിന്യം തടഞ്ഞ് വഴി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്. മാലിന്യ നിക്ഷേപം തടയാനും കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യാനും മുനിസിപ്പാലിറ്റി അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി. ഇതൊരു വലിയൊരു വഴിയല്ലേ, ഇതിൽ പോകാൻ നേരത്തെ എല്ലാവർക്കും അറിയാം ഇവിടെ വേസ്റ്റ് ഒരുപാട്, ഇവിടെ മാത്രമല്ല അപ്പുറത്തും കിടപ്പുണ്ട്. എല്ലാ സൈഡിലും വെറുതെ വലിച്ചെറിഞ്ഞ് മഞ്ഞുമേൽ നിന്നും കുറേ പേര് വരും. ഇത് ആൾ കണ്ടില്ലെങ്കിൽ അപ്പം തന്നെ ഇത് നോക്കി, ഇത് നിങ്ങളൊന്ന് നോക്കി കാണുന്നതൊക്കെ അത്രയും വൃത്തികെട്ട വേസ്റ്റാണ് ഇവിടെ ഇടുന്നത്. മുടി, പിന്നെ ഇറച്ചിയുടെ വേസ്റ്റുകൾ, പിന്നെ എന്ന് വേണ്ട സകലതും ഇവിടെ കൊണ്ടുവന്ന് ആരും ഇല്ലല്ലോ. ഈ വിജനമായിട്ട് കിടക്കണേ. എന്നാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരെണ്ണം കൊണ്ട് ചിലപ്പോൾ കത്തില്ല. ഇവിടെ ഒരു ശക്തമായിട്ട് ഇവിടെ ഒരു ക്യാമറയും ഫിറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ മുനിസിപ്പാലിറ്റി ആക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്തെ പ്രധാന റോഡുകളിലും സമാന സാഹചര്യമാണ്. ദിനംപ്രതി നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴികളിൽ മാലിന്യം മൂലം മൂക്കുപൊത്താതെ നടക്കാൻ സാധിക്കില്ല. മാസങ്ങളായി ഇവിടെ ഈ വേസ്റ്റ് ഇങ്ങനെ വന്ന് കൂമ്പൽ പോലെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് GCDനെ അറിയിച്ചിട്ട് യാതൊരു പരിഹാരവും കാണുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നിരന്തരം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണിത്. അടുത്ത വീടുകളിലൊക്കെ ഈച്ച ശല്യം കൊണ്ട് പാടില്ല. ജനങ്ങളെ മൊത്തം പൊറുതിമുട്ടിയേക്കുന്നു. പോരാതെ GCDക്ക് 28 ലക്ഷം രൂപ ഓരോ വർഷവും ക്ലീനിങ്ങിനായിട്ട് ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇതൊന്നും GCD ഇവിടെ ഒന്നും ചെയ്യാതെ കണ്ടില്ല എന്ന വിധത്തിൽ കണ്ണ് അടച്ച് ഇരിക്കുന്നൊരു പ്രകൃതമാണ് കാണുന്നത്. ഇതൊരു 6 മാസങ്ങളിൽ ചുരുങ്ങിയതായിട്ടുണ്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കോർപ്പറേഷൻ കയറി ചെയ്യേണ്ടതല്ലെങ്കിലും ഡെയിലി എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സ് നീക്കം കൊണ്ടുകൊണ്ട് ഈ മല ഇത്തിരി ചെറുതായി കിടക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു ബ്രഹ്മപുരമായി മാറിയല്ലേ. കൊച്ചിയെ മാലിന്യമുക്തമാക്കിയെന്നത് വെറും അവകാശവാദം മാത്രമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ചുറ്റിലും ഉള്ളത്. കൊച്ചിയെ മാലിന്യമുക്തമാക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഈ കാണുന്നത് കൊച്ചിയിലെ തന്നെ മാലിന്യക്കൂമ്പാരമാണ്. അതായത് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചീഞ്ഞുനാറിയ അവസ്ഥയിലായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ക്യാമറമാൻ P. ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. നഗരത്തിന്റെ പ്രധാന നിരത്തുകളിലെല്ലാം തന്നെ മാലിന്യമാണ്. മൂക്കുപൊത്തി മാലിന്യം തടഞ്ഞ് വഴി നടക്കേണ്ടി വരുന്നതിന്റെ ദുരാവസ്ഥ നാട്ടുകാർ തന്നെ പങ്കുവയ്ക്കും. പ്രതികരണത്തിലേക്ക്. ഈ വേസ്റ്റും സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അത് ചില സമയങ്ങളിൽ കത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശ്വാസം മുട്ടും പരിസരത്തുള്ള ആളുകൾക്ക് ശ്വാസം മുട്ടും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അതിനുവേണ്ടി അധികൃതരെ അത് ശ്രദ്ധിക്കണം. വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ഇവിടെ ജനങ്ങൾ ഒരുപാട് പോകണതാണ്. മാലിന്യം മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടി ഒഴുകി കടലടുത്തേക്കൊക്കെയാണ് ഒഴുകണത്, പുഴയിലേക്ക് ഒഴുകണതാണ്. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ അധികാരികളോടൊക്കെ ഞങ്ങൾ പരാതി കുറേ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ആരും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. ആ ക്യാമറയും കൂടി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു. പക്ഷെ അതിനും നമ്മളിങ്ങനെ ഇവിടുത്തെ കൗൺസിലറോടും എല്ലാവരോടൊക്കെ പറഞ്ഞു. പക്ഷേ കൗൺസിലർ പറഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനൊരു നടപടി ആയിട്ടില്ല. ചേച്ചി പറഞ്ഞിട്ടുണ്ട് വെക്കാന്നുള്ളത്. അപ്പം അതും ഒരു തീരുമാനത്തിൽ വരണം എന്നാണ് പറയണത്. നമുക്ക് പറഞ്ഞ പോലെ ഭയങ്കര മണവും പിന്നെ ഈച്ച ശല്യങ്ങളും ഇതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനും ഇരുട്ടും ഇതൊക്കെയാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം മാറി നിൽക്കാനിട്ട് മറ്റേത് ഇറങ്ങി നിൽക്കാം. ഇന്ന് ഇറങ്ങണമെങ്കിൽ വേസ്റ്റിലോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ആ പോസ്റ്റിലോട്ട് കയറണം. ഇറക്കാനും ഒന്നും ഒരു 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനും പറ്റില്ല. ഈ കളിയുടെ ഇതും ഒക്കെ കൂടി കെട്ടി വെച്ചേക്കണമുണ്ട്. കക്കൂസ മാലിന്യം ചക്കേടം പ്രദേശത്ത് ആലഞ്ചുപുരം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ വേസ്റ്റ് മാലിന്യം
കക്കൂസ് മാലിന്യം കൂടുതലായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നുണ്ട്, വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. യാതൊരു നടപടിയില്ല. സെക്രട്ടറി അടുത്ത് നേരിട്ട് പറയുകയും ചെയ്ത് കാണിക്കുകയും ചെയ്ത് വീഡിയോയിൽ വിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നടപടിയാകുന്നില്ല. അടിയന്തരമായിട്ട് നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കക്കൂസ വേസ്റ്റുകൾ ഇട്ടുന്ന സ്ഥലങ്ങളാണിത്. ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ ഉണ്ടാക്കി കെട്ടി വെച്ചാണ് സ്ഥലങ്ങളാണിത്. ഒരു ഇരിക്കാൻ പോലും ഇല്ല. കൊതുക് രാത്രിയാകുമ്പോൾ കൊതുക് ശല്യമാണ് ഇവിടെ. പല പ്രാവശ്യം പരാതികൾ പറഞ്ഞിട്ട് ആരും എന്നോട് മുൻപോട്ട് വന്നിട്ടില്ല. പല രാഷ്ട്രീയ നേതാക്കളടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, ആരും വന്ന് നോക്കാനോ ഇതിനുള്ള നടപടിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിനെന്തോ ഫോൺ വഴി കാണണം. അതുപോലെ നമ്മളുടെ ആറാട്ടറവിലേക്ക് മഞ്ഞമ്മ മുട്ടാർ പാലം ജംഗ്ഷനിലേക്ക് വരുന്ന ആ വഴിയിൽ മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടേക്കാണ്. പ്രതികരണത്തിൽ കേട്ടതുപോലെ തന്നെ ഈ കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് മുതൽക്കൂട്ടായും മാറുന്നു. ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാരംഗ് PS കൂടി ചേരുന്നുണ്ട്. സാരംഗ്, കൊച്ചിയിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ മാലിന്യ പ്രശ്നം. ഇതിനുള്ള ശാശ്വത പരിഹാരം എന്താണ്? അധികൃതരുടെ അനാസ്ഥ, അധികൃതർ എന്താണ് പറയുന്നത്? സാരംഗ്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം വഴി നടക്കുന്ന നിരത്തുകളിൽ പോലും ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാനമായും പരാതി. അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ CCTV ക്യാമറകളൊക്കെ സ്ഥാപിക്കണം എന്ന് ആൾക്കാർ പല തവണയായി അധികൃതരോട് പറയുമ്പോൾ പോലും ഒരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ പ്രധാനമായും ഇത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ ഭാഗങ്ങളിലാണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. രാത്രി കാലങ്ങളിൽ പോലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആളുകളും വന്നു പോകുന്നുണ്ട്. എന്നിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അധികൃതരോട് ബോധിപ്പിച്ചിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ദിനംപ്രതി നിരവധി ആളുകൾ കടന്നു പോകുന്ന വഴികളിൽ ഈ ദുർഗന്ധം ശ്വസിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നടന്നു പോകുന്ന വഴികളിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിലുള്ള അവകാശവാദങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതായത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു എന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ നടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹിക വിപത്ത് അല്ലെങ്കിൽ ഒരു വലിയ സാമൂഹിക പ്രശ്നം നടക്കുന്നത് ഇവരുടെ കൺമുന്നിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ നടപടികൾ നടന്നിട്ട് പോലും ഈ ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. അധികൃതർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാരുടെ പരാതി. അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് നേരിട്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള പരാതികൾ നൽകിയിട്ട് പോലും യാതൊരു തരത്തിലുള്ള ഫലം ഉണ്ടായിട്ടില്ല. ഇനി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കടക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ.